നമ്മൾ തെങ്ങിൽ ഈ മുച്ചിങ്ങ, അതായത് വെള്ളക്കായ എന്ന് പറയും, മുച്ചിങ്ങ എന്ന് പറയും. നമ്മുടെ ഏരിയയിലൊക്കെ മുച്ചിങ്ങ എന്ന് പറയും. മുച്ചിങ്ങ അധികം കൊഴിയാണ്ട് ഉണ്ടായ മുച്ചിങ്ങ മുഴുവൻ തേങ്ങയായിട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യണത്. മച്ചിങ്ങ കൊഴിയാൻ മെയിനായിട്ട് 3-4 കാരണങ്ങളുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ് നമ്മുടെ മുച്ചിങ്ങ കൊഴിയുക. അതുപോലെ തന്നെ ബോറോണിൻ്റെ കുറവുണ്ട് മുച്ചിങ്ങ കൊഴിയും. അതുപോലെ എലിശല്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ തെങ്ങിൻ്റെ മുച്ചിങ്ങ കൊഴിഞ്ഞ് തേങ്ങ ഉണ്ടാവാണ്ടിരിക്കണേന്നുള്ളത്. പിന്നെ നന കുറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം ഓസിട്ടിട്ട് നനയ്ക്കണം, അല്ലെങ്കിൽ തേക്കും തിരി മോഡലിൽ നനയ്ക്കണം. അതായത് പറമ്പ് കുതിർന്ന് കിടക്കണം. പൂങ്കുലച്ചാഴി എന്ന് പറഞ്ഞിട്ടൊരു പ്രാണികളുണ്ട്. അത് നമ്മുടെ പൂക്കുലയമ്മ കയറി കഴിഞ്ഞാൽ മുച്ചിങ്ങ കംപ്ലീറ്റ് കൊഴിയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലാണ് മുച്ചിങ്ങ കൊഴിയണത്. അപ്പം നമ്മൾ കുറച്ച് വളങ്ങളും അതുപോലെ തന്നെ നനയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുച്ചിങ്ങ കൊഴിയൽ കുറയും. കുറേ ഓല കൊണ്ട് പൊത്തിട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ കടയ്ക്ക് നനവ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ തെങ്ങിൻ തൈ കുഴിച്ചിടുമ്പോൾ വീഡിയോയിൽ ചകിരി ഇട്ടുണ്ട്. അതുപോലെ ചെയ്താലും കട തുറന്ന് ചകിരി കമത്തിയിട്ടാലും നമ്മുടെ തെങ്ങിൻ്റെ കടയ്ക്ക് വെള്ളം നിൽക്കും. അപ്പോൾ മുച്ചിങ്ങ കൊഴിയൽ കുറയും. ഓല കൊണ്ട് പൊതിയിടണം. പിന്നെ അതുപോലെ തന്നെ മഴ തുടങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ കുമ്മായോ അല്ലെങ്കിൽ ഡോളമൈറ്റോ അങ്ങനെ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വളപ്രയോഗത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ 25 കിലോ ചാണകവും അല്ലെങ്കിൽ ചാണകപ്പൊടിയോ 1 കിലോ എല്ലുപൊടി, പൊട്ടാഷ് 1 കിലോ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിന് നല്ല വളമാണ്. അപ്പോൾ പിന്നെ ഡോളമൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യവും ഡോളമൈറ്റിൻ്റെ കൂടെ കിട്ടും. കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ കാൽസ്യം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഡോളമൈറ്റും നല്ലതാണ്. കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കണം. എന്നാലാണ് നമ്മുടെ തെങ്ങിൻ്റെ ഓലയ്ക്കൊക്കെ പച്ചപ്പ് കിട്ടുള്ളൂ. അതും ചേർത്ത് വളം ചേർക്കണം. ചാരം ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ കോഴിക്കാഷ്ടോ ആട്ടൻകാഷ്ടോ അതുപോലെ കമ്പോസ്റ്റ്, പിന്നെ ശീമക്കൊന്നേരല, അത് നല്ല ബെസ്റ്റാണ്. നൈട്രജനും പൊട്ടാഷ്യം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പണ്ടൊക്കെ ശീമക്കൊന്ന നമ്മൾ അടുത്ത് തന്നെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു വളം നമ്മൾ നല്ലോണം തെങ്ങിന് ചേർക്കും. അധികം വളരാണ്ട് വലുതാവാണ്ട് നോക്കി വെട്ടി തെങ്ങിന് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ തെങ്ങിനുള്ള വളം അതിൽ നിന്ന് തന്നെ കുറേ കിട്ടും. പിന്നെ ബാക്കി ചേർത്താൽ മതിയാവും. അപ്പോൾ പിന്നെ നമ്മൾ എക്കോണമിക്കലി നമുക്ക് നല്ല ലാഭമാണ്. അധികം പൈസ ചിലവാവാണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും. പിന്നെ രാജ്ഫോസ് വളം 1.5 കിലോ ചേർക്കണം. പിന്നെ പൊട്ടാഷ്യം പറഞ്ഞല്ലോ അതും ചേർക്കണം. പിന്നെ മഴ തുടങ്ങുമ്പോൾ കുമ്മായം ഇടും. അത് കഴിഞ്ഞിട്ട് വേണം ഈ ജൈവവളങ്ങൾ ചേർക്കാൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ രാസവളം വേണമെങ്കിൽ ചേർക്കാം. അതായത് യൂറിയ ചേർക്കാം, അതുപോലെ തന്നെ രാജ്ഫോസ് ചേർക്കാം, പൊട്ടാഷ്യം ചേർക്കാം, അങ്ങനെയൊക്കെ ചേർക്കാം. അതൊക്കെ 1 കിലോ വെച്ച് ചേർക്കണം. മഗ്നീഷ്യം സൾഫേറ്റ് 2 പ്രാവശ്യമായിട്ട് ചേർക്കണം. നമ്മൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമായിട്ട് ചേർക്കണം. പിന്നെ അതുപോലെ ബോറോക്സ് കുറഞ്ഞാലും നമ്മുടെ മുച്ചിങ്ങ കൊഴിയും. അപ്പോൾ ബോറോക്സ് നമ്മൾ തെങ്ങിന് 25 ഗ്രാം വെച്ച് ചേർക്കണം. എന്നാലാ ഈ തെങ്ങിൻ്റെ മുച്ചിങ്ങ കൊഴിയണത് തടയുള്ള. രോഗപ്രതിരോധ ശക്തിയുള്ള ഇനം തെങ്ങിൻ തൈ വേണം കുഴിച്ചിടാനായിട്ട്. ഇലമഞ്ഞളിപ്പൊക്കെ തെങ്ങിൻ്റെ പട്ടയിലോ അതിൻ്റെ ഓലയൊക്കെ ഇങ്ങനെ മഞ്ഞളിപ്പ് രോഗം വരും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കണത്. പിന്നെ NPK മൂലകങ്ങൾ ചേർക്കണം. പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ചേർത്താൽ മതി. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ തൈ നല്ല ഉഷാറാവും. പിന്നെ ഉപ്പ് ചേർക്കണ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കല്ലുപ്പ് ചേർക്കുന്നത് അതും തെങ്ങിന് നല്ലതാണ്. അപ്പോൾ തെങ്ങിൻ്റെ വേരോടാനൊക്കെ നല്ലൊരു ആയാസം കിട്ടും. അപ്പം നല്ല വേരോട്ടുണ്ടാവും. അപ്പോൾ തെങ്ങിൻ തൈന് നല്ല ശക്തി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തെങ്ങൊക്കെ നല്ല ഉഷാറാവും. പിന്നെ അതുപോലെ തന്നെ മുച്ചിങ്ങ കൊഴിയുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ തെങ്ങ് ചെത്താൻ കൊടുക്കും. തെങ്ങ് ചെത്തി കഴിഞ്ഞാൽ കള്ളെടുത്ത് കഴിഞ്ഞ് പിന്നെ 1 കൊല്ലം വെച്ച് കരാറിനെ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കഴിഞ്ഞ് പിന്നത്തെ ഉണ്ടാവുന്ന പൂങ്കൊല്ലം ഒരൊറ്റ മുച്ചിങ്ങ കൊഴിയാണ്ട് എല്ലാതും പിടിക്കും. അത് തീരെ ഉണ്ടാവണില്ലെങ്കിൽ അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതാണ്. അത് നല്ല അനുഭവമുള്ള കാര്യമാണ്. പിന്നത്തെ ഉണ്ടാവണ തെങ്ങും കൊല കറക്റ്റ് ഒറ്റ മുച്ചിങ്ങ കൊഴിയാണ്ട് നല്ല തിങ്ങി നിറഞ്ഞ് പിടിക്കും. ഇത് ശീമക്കൊന്നേര ഇലയൊക്കെ അധികം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇംഗ്ലീഷ് വളങ്ങളും അതുപോലെ പൊട്ടാഷ് മഗ്നീഷ്യം അതൊക്കെ കുറയ്ക്കാൻ പറ്റും. അതിൽ നിന്ന് തന്നെ നമുക്ക് നൈട്രജനും ഇതൊക്കെ കിട്ടും. ശീമക്കൊന്ന എന്ന് പറഞ്ഞാൽ തൊടിയിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റും. ഇതാണ് ശീമക്കൊന്ന. അത് നമ്മുടെ പറമ്പിൽ തന്നെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൂപ്പ് വെട്ടി അധികം പൊക്കത്തിൽ വളർത്താണ്ട് വെട്ടി തെങ്ങിൻ്റെ കടക്കിടാൻ നല്ല ബെസ്റ്റ് ജൈവവളമാണ്. 2 തവണ വീതമായിട്ട് നമ്മൾ വളങ്ങൾ ചേർക്കണം. ആദ്യം ചേർക്കേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ചേർക്കണം. ആദ്യം കുമ്മായി ഇട്ടിട്ട് വേണം നമ്മൾ വളങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും വളങ്ങൾ ചേർക്കണം.
അതുപോലെ നമ്മുടെ മെയിനായിട്ട് തെങ്ങിൻ്റെ കണ്ടൻറ്റ് പൊട്ടാഷ്യാണ്. ഉണങ്ങിയ പട്ട, കൊതമ്പ്, കോഞ്ഞാട്ടമൊക്കെ തെങ്ങിൻ്റെ കടയ്ക്ക് ഒന്നിത്തിരി നീക്കി ഇട്ടൊന്ന് കത്തിച്ച് കഴിഞ്ഞാൽ ചാരം കിട്ടുമല്ലോ. ആ ചാരം നമ്മുടെ തെങ്ങിന് വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ് നല്ലോണം മുച്ചിങ്ങ ഉണ്ടാവും ചെയ്യും. ഉണ്ടാവണ മുച്ചിങ്ങ ഒന്നും കൊഴിയാണ്ട് നല്ലോണം തേങ്ങ നമുക്ക് കിട്ടും.